റഷ്യയിലെ ഹൂക്സ് മേഖലയിൽ കടന്നുകയറിയ ഉക്രൈൻ സൈന്യത്തിലെ 250-ലധികം സൈനികരെ വധിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ഹൂക്സിൽ കടന്നുകയറിയ സൈനികരിൽ 37,935 ഉക്രൈൻ സൈനികരും കൊല്ലപ്പെട്ടതായും റഷ്യ അവകാശപ്പെടുന്നുണ്ട്. ഹൂക്സ് മേഖലയിൽ ഉക്രൈൻ സൈന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു അമേരിക്കൻ പൗരനെ റഷ്യക്കെതിരായി പ്രവർത്തനം നടത്തിയതിന് യുദ്ധക്കുറ്റമായി കണ്ട് റഷ്യൻ സൈന്യം കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US പൗരനായ ഡെറിക് ബേസിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റങ്ങൾ ചെയ്ത ആളാക്കി അമേരിക്കയുമായി മറ്റൊരു നയതന്ത്രത്തിന് കൂടി റഷ്യ തുടക്കം കുറിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവം, റഷ്യക്ക് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന തിരിച്ചടികൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അനുമതിയില്ലാതെ റഷ്യൻ യുദ്ധഭൂമിയിലെത്തിയ ജർമ്മൻ പൗരനായ നിക്കോളസ് സൈമൺ കൊളോണിയെ കൂടി അറസ്റ്റ് ചെയ്തതായി ഹൂക്സ് റീജിയണിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ സംയുക്ത പ്രസ് സർവീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സൈമൺ കൊളോണിയെയും സമാനമായ കുറ്റം ആരോപിച്ചാണ് റഷ്യ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇതോടെ ഒരേ സമയം അമേരിക്കയുമായും റഷ്യ മറ്റൊരു നയതന്ത്ര ആവശ്യത്തിനും നീക്കത്തിനും തർക്കത്തിനും തുടക്കം കുറിക്കുകയും ചെയ്തു. ഇരുവർക്കു വേണ്ടി അതാത് രാജ്യങ്ങൾ രംഗത്തെത്തുകയും റഷ്യ കടുംപിടുത്തം തുടരുകയും ചെയ്താൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാകും. ഹൂക്സിന്റെ വിവിധ മേഖലകളായ ലെബെദേവ്ക, ലിയാനോഡിവ, മലയ ലോക്ചിന, ബാർട്ടിനോവ്ക, നിക്കോളോയോവോ, ഡാരിനോ, നിക്കോൾ കാസ്കി, നോവോ വാനോവ്ക, പെഡ്കോവോ, പ്രാവ്ദ, ഡുർഗിക്കാവോ എന്നീ പ്രദേശങ്ങളിലെല്ലാം റഷ്യൻ സൈന്യം രൂക്ഷമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ശരിക്കും ഇത്തരം വാക്കുകൾ ഉച്ചരിക്കുവാൻ തന്നെ പ്രയാസമാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ യുക്രൈൻ സൈന്യം ഒളിവിൽ കഴിയുകയും റഷ്യക്കെതിരായ ആക്രമണങ്ങൾ നടത്തുകയുമാണ് ചെയ്തിരുന്നത്. വ്യോമാക്രമണങ്ങളും പീരങ്കിപ്പടയുടെ ആക്രമണവുമാണ് ഈ മേഖലയിൽ റഷ്യ നടത്തിയതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം യുക്രൈനിൽ 250 സൈനികരെയാണ് നഷ്ടമായത്. ഒരു ടാങ്ക്, 2 കവചിത യുദ്ധവാഹനങ്ങൾ, 3 മോട്ടോർ വാഹനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്റ്റേഷൻ, 2 മോട്ടോറുകൾ എന്നിവയുൾപ്പെടെ നശിക്കപ്പെട്ടുവെന്നും റഷ്യ പറഞ്ഞു. റഷ്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യൻ അധീനതയിലുള്ള ഹൂക്സ് മേഖലയിലേക്ക് നുഴഞ്ഞുകയറിയ യുക്രൈൻ സൈന്യത്തിലെ ഏറ്റവും വലിയ പരിശീലനം ലഭിച്ച സൈനിക വിഭാഗങ്ങളിലെ 37,935 സൈനികർ ഇതുവരെ ഹൂക്സ് മേഖലയിൽ കൊല്ലപ്പെട്ടതായാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഇനി യുദ്ധം റഷ്യൻ മണ്ണിലാണെന്ന് അവകാശപ്പെട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം യുക്രൈൻ സൈന്യത്തിലെ ഏറ്റവും പരിശീലനം ലഭിച്ച സൈനിക വിഭാഗത്തെ തന്നെ ഹൂക്സിലേക്ക് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ അയച്ചതായിരുന്നു. ഇതോടെ യുക്രൈൻ മണ്ണിൽ പരിശീലനം ലഭിച്ച സൈനിക വിഭാഗത്തിന്റെ അഭാവവും ഇതിലൂടെ വ്യക്തമായി കാണാം. എന്നാൽ ഹൂക്സ് റഷ്യ വളഞ്ഞതോടെ ഈ സൈന്യത്തിന് കൂടുതൽ മുന്നേറുവാൻ കഴിഞ്ഞില്ല. അതിനോടകം റഷ്യൻ വ്യോമാക്രമണവും ശക്തമായി. ശരിക്കും പറഞ്ഞാൽ റഷ്യൻ മണ്ണിൽ യുക്രൈന്റെ ഈ മുൻനിര സൈന്യം കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ മേഖലയിലാണ് അവസരം ഉപയോഗപ്പെടുത്തി റഷ്യ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. 280 സൈനികർക്ക് പുറമെ ഇതുവരെ 229 ടാങ്കുകൾ, 165 കാലാൾപ്പട യുദ്ധവാഹനങ്ങൾ, 123 കവചിത സൈനിക വാഹനങ്ങൾ, 1226 കവചിത യുദ്ധവാഹനങ്ങൾ, 1082 മോട്ടോർ വാഹനങ്ങൾ, 308 റോക്കറ്റ് ലോഞ്ച് മൾട്ടിപ്പിൾ ലോഞ്ച് ഉപകരണങ്ങൾ എന്നിവയും യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 11 HMIA-RS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, 6 US നിർമ്മിത MLRS കൂടാതെ വിമാനവിരുദ്ധ സംവിധാനങ്ങളുടെ 14 ലോഞ്ചറുകളും യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് റഷ്യ പറയുന്നു. എന്തായാലും ഹൂക്സ് മേഖലയിലാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ ഏറ്റവും കഠിനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ ശക്തമായ പീരങ്കിപ്പടകൾ കൊണ്ടുള്ള ആക്രമണവുമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹൂക്സ് മേഖലയിലേക്ക് കടന്നുകയറിയ യുക്രൈനിലെ ഏറ്റവും പരിശീലനം ലഭിച്ച ഈ സൈനിക വിഭാഗത്തിന്റെ അഭാവം യുക്രൈനിനുള്ളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്.